ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിൻ്റെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അഞ്ജലിന് ജാഫർ സിയെ വിളിക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, അഞ്ജലി പത്മയുടെ മരണം സംഭവിച്ചത് ആ ഒരു റെയിൽവേ ട്രാക്കിലാണെന്നുണ്ടെങ്കിലും ബോഡി കണ്ടെത്തിയത് കുറച്ചങ്ങോട്ട് മാറിയിട്ടാണ്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ കേരള ബോർഡറിൽ തന്നെയാണ് ബോഡി കണ്ടെത്തിയത്. പിന്നെ അമ്പാടിനെ നമ്മുടെ കേരള ജനറൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസ് ഇനിയിപ്പോൾ തമിഴ്നാട് പോലീസല്ല, കേരള പോലീസാണ് എടുക്കാൻ പോണത്. അത് എൻ്റെ കസ്റ്റഡിയിലായിരിക്കില്ല. അയ്യോ സർ, അത് പ്രശ്നമാകോ? ഒരു പ്രശ്നവുമില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ബാച്ച്മേറ്റാണ് നന്ദൻ. അവൻ്റെ കസ്റ്റഡിയിലാണ് ഈ കേസ് വരുന്നത്. പാറശാലയിലാണ് അവനുള്ളത്. അപ്പോൾ അവൻ നമ്മൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തോളും. എങ്കിൽ ശരി സർ, ഞാൻ ഇന്ന് വീട്ടിൽ കയറാൻ നിൽക്കുന്നില്ല, ഹോസ്പിറ്റലിലേക്ക് പോവാം. ശരി, എന്ത് പറയാനാ, പത്മക്ക് എങ്ങനെയൊന്നും ആവുന്നു നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ലല്ലോ. ബാഡ് ലക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് CA ഫോം വെക്കാണ്. അതിനുശേഷം അഞ്ജലി അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ, അമ്പാടിനെ ഇവിടെ അടുത്തുള്ള ഒരു ജനറൽ ഹോസ്പിറ്റലാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ അത് കേസും കാര്യങ്ങളൊക്കെ കേരള പോലീസിനെ കൈമാറി. നമ്മുടെ CA ജാഫർ ഉണ്ടല്ലോ, ജാഫറിൻ്റെ ബാച്ച്മേറ്റ് നന്ദൻ എന്ന് പറഞ്ഞ CS സാറാണ് ഇപ്പോൾ കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുമെന്നാണ് ജാഫർ സാർ പറയുന്നത്. ഞാൻ വീട്ടിലേക്ക് കയറുന്നില്ല അച്ഛാ, ഹോസ്പിറ്റലിലേക്ക് പോവാണ്, അമ്പാടിനെ കാണണം. ശരി, മോള് പോയിട്ട് വാ എന്ന് പറയാണ്. അങ്ങനെ അഞ്ജലി വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോവുന്നുണ്ട്. ശിവരാമനാണെങ്കിൽ ആകെ വിഷമിച്ച് അവിടെ അങ്ങനെ തന്നെ ഇരിക്കുക കേട്ടോ. അങ്ങനെ ശിവരാമൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് ശ്യാമള വരുന്നുണ്ട്. ആഹാ, കൊള്ളാലോ, നിങ്ങൾ നേരത്തെ എത്തിയോ? മോളെന്തിയാ? ഓ, അവൾക്ക് തിരക്കായി കാണുമോ അല്ലേ? അല്ല മനുഷ്യ, നിങ്ങളെന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഭയങ്കര വെയിലല്ലേ, ചൂടല്ലേ, അകത്തേക്ക് വന്നിരിക്കുക. എനിക്ക് വയ്യ ശ്യാമളെ, നീ ഒരു ഗ്ലാസ് വെള്ളം എടുക്ക്. അയ്യോ, എന്തു പറ്റി നിങ്ങളുടെ മുഖമൊക്കെ എന്താ മാറിയിരിക്കുന്നത്? എന്താ കരയുവാണോ? എന്ത് പറ്റി ചോദിക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിക്കരയാണ് ശ്യാമളെ. ഞാൻ ഇത്ര നേരം വിഷമം പിടിച്ച് നിൽക്കുമായിരുന്നു മോളുടെ മുമ്പിൽ കരയാതിരിക്കാനായിട്ട്. മോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് പിടി വിട്ടുപോയി. എന്ത് പറ്റി മോൾക്ക് കേസ് ജയിക്കാൻ സാധിച്ചില്ലേ? നമുക്ക് അനുകൂലമായിട്ടൊന്നും സംഭവിച്ചില്ലേ എന്ന് ശ്യാമള ചോദിക്കുമ്പോൾ, ഇനി ആ കേസ് കോടതി എടുക്കില്ലേ ശ്യാമളെ എന്ന് പറയാണ്. അത് കേട്ടുകൊണ്ട് ആര്യ അവിടേക്ക് വരുന്നുണ്ട്. എന്താ അമ്മാമ്മ പറഞ്ഞത്? കോടതി ഇനി ആ കേസ് എടുക്കില്ലെന്നോ? എന്തുപറ്റി? കേസ് തോറ്റുപോയോ? പത്മക്ക് അനുകൂലമായിട്ട് വിധി വന്നില്ലേ? ഇല്ല, ആ കേസ് ഇനി വിധി വരില്ല. എന്താ കാരണം? അല്ല, മോളെവിടെ? പത്മ എവിടെ? പത്മനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് നേരെ വരണമെന്ന് ഞാൻ അവളോട് പറഞ്ഞതാണല്ലോ. പത്മ ഇനി വരില്ല ശ്യാമളെ. വരില്ലെന്നോ? ആഹാ, അപ്പൊ അവൾക്ക് ഇവിടെ വരാനിപ്പം മടിയൊക്കെ ആയി കാണുമല്ലോ. അതൊന്നും അല്ല ശ്യാമളെ, പത്മ ഇപ്പൊ ജീവനോടെ ഇല്ല. എന്തൊക്കെയാ മനുഷ്യൻ നിങ്ങൾ പറയണത്? വെറുതെ കളിപ്പിക്കാനാണെങ്കിലും ഇങ്ങനെയൊന്നും പറയലട്ടെ. ഈ പത്മ കൊച്ചിന്റെ പിറന്നാളാണെന്ന്. ഇന്നോ? അതെ, ഇന്ന് അവളുടെ പിറന്നാളതെ. ആര്യ അവൾക്ക് സർപ്രൈസായിട്ട് പട്ടോട ബ്ലൗസ് മേടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ പൊട്ടിക്കരയാണ് നമ്മുടെ ശിവരാമൻ. അപ്പൊ ആര്യക്ക് മനസ്സിലായ കാര്യം, സംഭവം സത്യം തന്നെയാണെന്ന്. അമ്മാവ, എന്താ സംഭവിച്ചത്? പത്മക്ക് എങ്ങനെയാ മരണം സംഭവിച്ചത്? മോളെ, കൂടുതലായിട്ടൊന്നും അറിയില്ല. അമ്പാടി ഉണ്ടല്ലോ, ആ പയ്യനാണ് പത്മനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നത്. വരുന്ന വഴിക്ക് കുറച്ച് ഗുണ്ടകൾ അവരെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചു. അമ്പാടിനെ ഒരുപാട് ഉപദ്രവിച്ചു. അവനെ അവിടെ മൂലക്കോ റോട്ടിലെന്തോ ഉപേക്ഷിച്ചതിന് ശേഷം പത്മേനെ അവർ ഓടിച്ചിട്ടു. ഓടിയുന്ന വഴിയിൽ പത്മേനെ കൊലപ്പെടുത്തി റെയിൽവേ ട്രാക്കിൽ ഇട്ടിട്ട് അവരവിടെ നിന്ന് മടങ്ങുമായിരുന്നു. അങ്ങനെ പത്മ മരിച്ചു എന്ന് പറയാണ്. ഇത് കേട്ട് ശ്യാമള ആകെ പൊട്ടുകണി. ഈശ്വര, എനിക്കത് സഹിക്കാൻ വയ്യ. എൻ്റെ ദൈവമേ, എനിക്ക് എൻ്റെ അഞ്ജലി മോളെ പോലെ തന്നെയായിരുന്നു അവൾ. എനിക്ക് സഹിക്കാൻ വയ്യ എനിക്ക് പറഞ്ഞിട്ട് ഓടി അകത്തേക്ക് പോയിട്ട് പൊട്ടിക്കരയണം. അപ്പം ആരെയും പൊട്ടിക്കരയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ കുഞ്ഞപ്പനും മധുവൊക്കെ വരുന്നുണ്ട്. എന്താ സംഭവം, എന്താ കാര്യം ചോദിക്കുമ്പോഴേക്കും ആര്യ പറയണ്ട, അത് നമ്മുടെ പത്മ പോയി. പത്മ പോയെന്നോ? അതെ, പത്മക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു, മരണപ്പെട്ടു എന്ന് അറിയാൻ കഴിയണത്. അയ്യോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര വിഷമവും കരച്ചിലൊക്കെ ആയിട്ട് അഞ്ജലി എവിടെയും ചോദിക്കുമ്പോൾ, അഞ്ജലി അമ്പാടി എന്ന് പറഞ്ഞ പയ്യൻ ഹോസ്പിറ്റലിലാണ്, അമ്പാടിനെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് എന്ന് പറയാണ്. അങ്ങനെ അഞ്ജലി നേരെ പോണത് ഹോസ്പിറ്റലിലേക്കാട്ടോ. ആ സമയത്ത് അഞ്ജലിയുടെ മൊബൈലിലേക്ക് നമ്മുടെ അർജുൻ വിളിക്കുന്നുണ്ട്. ഹലോ അഞ്ജലി, രാജീവ്, ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്യുന്നത്, സംഭവമൊക്കെ അറിഞ്ഞോ? അറിഞ്ഞു, ഇപ്പം അറിഞ്ഞുള്ളൂടോ. എനിക്ക് വരാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. വീട്ടിലെന്നെ പൂട്ടിയിട്ടടോ, പത്മ കേസിൽ പോവാതിരിക്കാനായിട്ട്. അങ്ങനെ പല പ്രശ്നമുണ്ടായി, അതൊക്കെ ഞാൻ പറയുന്നില്ല. അവിടെ പത്മയ്ക്ക് എന്താണ് സംഭവിച്ചത്? രാജീവ്, എനിക്കൊന്നും അറിയില്ല. രാജീവ് എത്രയും പെട്ടെന്ന് ജനറൽ ഹോസ്പിറ്റലിൽ വരാവോ? അവിടെയാണോ അമ്പാടിനെ? അതെ, അമ്പാടിനെ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ശരി, താൻ അവിടേക്ക് എത്തിക്കോ, ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാം എന്ന് പറയണം. അങ്ങനെ അഞ്ജലി വേഗം തന്നെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമ്മുടെ അർജുനും അവിടേക്ക് എത്തുന്നുണ്ട്. രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് ജനറൽ ഹോസ്പിറ്റലിൽ എത്തുന്നത് കേട്ടോ.
അവിടെ എത്തുന്നത് വേഗം തന്നെ അഞ്ജലി റിസപ്ഷനിൽ ചോദിക്കേണ്ടി ഇവിടെ അമ്പാടിന്ന് പറഞ്ഞിട്ട് ആക്സിഡന്റ് ആയിട്ട് വന്നത് ആ ആളിപ്പോ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാണ്. ആ ശരി എന്ന് പറഞ്ഞിട്ട് അഞ്ജലിയും അതുപോലെ തന്നെ നമ്മുടെ അർജുനും കൂടി റൂമിലേക്ക് കയറാൻ പോണ തൊട്ട് മുമ്പ് നമ്മുടെ നന്ദൻ എന്ന് പറഞ്ഞ CA കാണാണ്. 2-3 പോലീസുകാരുണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമ്മുടെ അഞ്ജലിനെ കാണുമ്പോൾ തന്നെ നന്ദൻ എന്ന് പറഞ്ഞ ആ പോലീസുകാരനെ മനസ്സിലാവുന്നുണ്ട്. അഡ്വക്കേറ്റ് അഞ്ജലി അല്ലേ? ആ അതെ അഞ്ജലിയാണ്. അപ്പോൾ ഇത് രാജീവ് അല്ലേ? ആ അതെ സർ. ആ എന്നോട് ജാഫർ പറഞ്ഞിരുന്നു. ഞാനാണ് നന്ദൻ. ആ നമസ്കാരം സർ. അമ്പാടിക്ക് എന്താ സർ ശരിക്കും സംഭവിച്ചത്? എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എടോ എനിക്കെല്ലാം മനസ്സിലായേ, പക്ഷേ ബാഡ് ലക്ക് അതന്നെ എനിക്കും പറയാനുള്ളൂ. പത്മ മരണപ്പെട്ടു. പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി അയച്ചിരിക്കുകയാണ്. പിന്നെ അമ്പാടി ആൾക്ക് ബോധം വീണിട്ടില്ല. നല്ല രീതിയിൽ പരിക്കുണ്ട്. പക്ഷേ അപകടനില തരണം ചെയ്തു. ഞങ്ങൾക്ക് കാണാൻ പറ്റൂ സർ. ഓ അതിനെന്താ, കാണാൻ ശ്രമിക്കാം. പക്ഷേ അയാൾ വല്ലാത്തൊരു അവസ്ഥയിലാണ്. ഇടയ്ക്കൊന്ന് ബോധം വീണായിരുന്നു. അതിനുശേഷം പൊട്ടിക്കരഞ്ഞായിരുന്നു. പിന്നെ വേദന കുറച്ച് കൂടുതലായതുകൊണ്ട് ഡോക്ടർമാർ ഇഞ്ചക്ഷൻ വെച്ച് കിടത്തിയിരിക്കുകയാണ് എന്ന് പറയാണ്. അങ്ങനെ അർജുൻ പറയുന്നുണ്ട് അഞ്ജലിയുടെ അടുത്ത്, എടോ എനിക്ക് കാണാൻ വയ്യടോ, അവൻ ആ അവസ്ഥയെ കാണാൻ വയ്യ, താൻ പോയി കണ്ടോ. രാജീവ് ഇങ്ങനെ പറയല്ലേ, ഈ സമയത്ത് നമുക്ക് അമ്പാടിയുടെ കൂടെ നിൽക്കേണ്ടതാണ്. നോക്ക്, നമുക്ക് അമ്പാടിനെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ. ഒന്ന് ആലോചിച്ച് നോക്ക്, 2 പേരെ നഷ്ടപ്പെട്ടില്ല, ഒരാളെ നഷ്ടപ്പെട്ടു ശരിയാണ്, പക്ഷെ അമ്പാടിനെ തിരിച്ചു കിട്ടി. അങ്ങനെ രീതിയിൽ ആലോചിച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ട് അർജുനെ വിളിച്ചുകൊണ്ട് അമ്പാടിനെ കാണാൻ വേണ്ടി അകത്തേക്കൊക്കെ കയറുമ്പോഴേക്കും ഞെട്ടിപ്പോവാട്ടോ. അമ്പാടിയുടെ കൈയും കാലിലൊക്കെ നല്ല പരിക്കുണ്ട്, മുഖത്തൊക്കെ നല്ല പരിക്ക്, അമ്പാടിക്ക് ബോധമില്ല. ആ ഒരു അവസ്ഥയിൽ കിടക്കാണ്. ശരിക്കും പറഞ്ഞാൽ ആക്സിഡന്റ് സംഭവിച്ചിട്ടോ. പിന്നെ പത്മയുടെ കാര്യമൊന്നും കാണിക്കുന്നില്ല പ്രൊമോയില്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനുപമേനെയാണ്. അനുപമ നടക്കാനൊക്കെ പോയിട്ട് ഒരുപാട് ഷട്ടിലൊക്കെ കളിക്കാൻ പോയിട്ട് തിരിച്ചു വരുവാട്ടോ. നമ്മുടെ രാഘവനുണ്ണി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അനുപമ വരാനായിട്ട്. ചോദിക്കണമല്ലോ, 2 വർത്താനം പറയണമല്ലോ. കാരണം രാഘവനുണ്ണി ഇന്നാണ് ആ മഹാസത്യം അറിഞ്ഞത്. നമ്മുടെ ശിവരാമന്റെ മൂത്ത മോളാണ് അനുപമ എന്ന്. അപ്പൊ ആ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് എത്തിയ അനുപമ, ഹായ് അങ്കിൾ, ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ, ഛി ഞാൻ നിന്നെ കാണാൻ വേണ്ടി നിൽക്കായിരുന്നു, ഇങ്ങോട്ട് വാടി എന്ന് പറയാണ്. അല്ല അങ്കിൾ എന്താ ആകെ ദേഷ്യത്തിലാണല്ലോ, എന്തു പറ്റി അങ്കിൾ? അപ്പോഴേക്കും കുറുപ്പോ അവിടെ ഉണ്ട് കേട്ടോ. രാഘവണ്ടി ചോദിക്കണ്ട്, എനിക്ക് നിന്നോട് ഒരേ ഒരു കാര്യം ചോദിക്കാനുള്ളൂ. നീ ആ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ചേച്ചി അനുപമ ശിവരാമകൃഷ്ണനല്ലേ? അപ്പോൾ അനുപമ ഒന്നും മിണ്ടുന്നില്ല. ഞാനെല്ലാം അറിഞ്ഞു. ശിവരാമകൃഷ്ണൻ, കുറുപ്പേ തനിക്ക് ഓർമ്മയില്ലടോ ആ ശിവരാമകൃഷ്ണൻ, നമ്മുടെ പഴയ വക്കീല്. ഓ ഓർമ്മയുണ്ട്. നമ്മുടെ ആ മറ്റേ വക്കീല്. ആ അതെ, അയാൾക്ക് 2 പെൺകുട്ടികളാ. ഒന്ന് അനുപമ ശിവരാമകൃഷ്ണൻ, ഒന്ന് അഞ്ജലി ശിവരാമകൃഷ്ണൻ. ഇന്നാണ് ഞാൻ ആ മഹാസത്യം അറിഞ്ഞത്. ഇവളാ ശിവരാമകൃഷ്ണന്റെ മകളാണെന്ന്. ഓഹോ, അപ്പോ അങ്ങനെയാണ് കാര്യം. അപ്പൊ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഇവളാണ് ഒറ്റിക്കൊടുക്കുന്നത് പോലും എനിക്കിപ്പോ സംശയം ഉണ്ടോ. ഒറ്റിക്കൊടുക്കുന്നത് ഇവളല്ല, പക്ഷെ എന്റെ ശത്രുയുടെ മകളാണ് ഇവള്. അതുകൊണ്ട് ഇവളെ ഇനി എനിക്ക് ഇവിടെ വേണ്ട, ഇവിടെ ആവശ്യമില്ല. അനുപമേ, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. നീ വന്ന സമയത്ത് ഇവിടെ നിന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പോകുമ്പോഴും ഒന്നും വേണ്ട, അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അനുപമനെ അവിടെ നിന്ന് പടിയിറക്കി വിടുവാണ്. അപ്പൊ അനുപമ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ സമയമായി. നമ്മുടെ അഞ്ജലിയും അർജുനും കൂടി നമ്മുടെ അമ്പാടിനെ കാണുമ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ ഭാഗങ്ങൾ കാണിച്ചിട്ടാണ് പ്രൊമോ തീരുന്നത്. പത്മേനെ ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഈ സീരിയൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ കൂടുതൽ വീഡിയോസ് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.